ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചിലവർ പറയും, ചില ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്, ഓക്ക് നല്ല കൈപ്പുണ്യാണ് എന്ന് പറയും. അങ്ങനെ പറയല്ലോ, കൈപ്പുണ്യാണ് എന്ന് പറയും. കയ്യ് എല്ലായിടത്തും ഒരേ മാതിരിയാണ്, കയ്യിനല്ല പുണ്യമുള്ളത്. പുണ്യം എവിടെയാണ്? മനസ്സിനാണ്. ഭക്ഷണത്തിൽ എത്ര കണ്ട് മനസ്സുണ്ട് എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ്. എങ്ങനെയാണ് മനസ്സ് ഭക്ഷണത്തിൽ ചേർക്കുക? വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുകയാണ്, വൈകുന്നേരം അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്, പുതിയാപ്പിള വരാനുണ്ട്, അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മഗ്‌രിബ് കഴിഞ്ഞ് ഇശാസ്കാരം കഴിഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇങ്ങനെ മൂപ്പത്തിയർക്ക് തോന്നി, ഇനിയിപ്പോൾ പണ്ടാറക്കാലം ചങ്ങായി ഒരു 9 കാലാകുമ്പോഴത്തിന് വരും, അപ്പോഴത്തിന് 4 ചപ്പാത്തി ഉണ്ടായില്ലെങ്കിൽ ഇവിടെ യുദ്ധയിക്കാരം, അപ്പോൾ അതുകൊണ്ട് 4 ചപ്പാത്തി ഉണ്ടാക്കട്ടെ എന്ന് എഴുതിയാണ്ട് ഇങ്ങനെ കുഴച്ചാൽ ആ ചപ്പാത്തി നിന്നുമ്പോൾ പണ്ടറക്കാലിനെ ഉണ്ടാവുള്ളൂ, അല്ലാതെ സ്നേഹം ഉണ്ടാവില്ല. അതേ സമയത്ത് ആ തക്കാളി ഇങ്ങനെ മുറിച്ചിങ്ങാണ്ട് ഇങ്ങനെ ഇടുമ്പോൾ പടച്ചോനെ എൻ്റെ പുതിയാപ്പിള വരാളുണ്ടല്ലോ, റബ്ബേ അള്ളാഹുവേ ഇതൊരു രുചിയുള്ള ഭക്ഷണമാക്കണേ എന്ന് കൽബുകൊണ്ട് വിചാരിച്ചാൽ. ഞാനൊരു രസം പറയട്ടെ നിങ്ങളോട്. നമ്മളെ നാട്ടിൽ ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നത് ആരെന്നറിയോ? പള്ളിക്കത്തെ മൂല്യന്മാർ. അസൂയ ഉണ്ടായിട്ടൊരു കാര്യമില്ല. എന്താ കാരണം? ഒരാഴ്ച മുതൽ ആലോചന തുടങ്ങും, ഇനിയിപ്പോൾ വ്യാഴാഴ്ച മൂല്യയുടെ ചിലവാണല്ലോ, അതാണ് കാരണം. ഇഞ്ഞുങ്ങൾക്ക് നിങ്ങളോടല്ല, അത് അവിടേക്കാണ് പറഞ്ഞത്, പക്ഷെ അങ്ങോട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങോട്ട് നോക്കുകയാണ്. ഭക്ഷണത്തിലൂടെ മനസ്സ് കൈമാറാൻ പറ്റും. അത് ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്തെ മനസ്സ് അതിലാണ്ട് ഇടിച്ച് ചേർക്കണം, അരച്ചണ്ട് കൂട്ടണം. അതിനെന്ത് വേണം? ഇത് കഴിക്കാനുള്ള ആളെ കൽബ് കൊണ്ട് കാണാൻ വേണ്ടി പറ്റണം. ഇനിയിപ്പോൾ 10 മണിയാകുമ്പോഴേക്ക് പുതിയാപ്പിളയില്ല, റബ്ബേ അപ്പോഴേക്ക് ഞാൻ നല്ല നിലക്ക് 2 ചപ്പാത്തി ഉണ്ടാക്കട്ടെ. ഇന്ന് കുട്ടികളെ പറ്റിയൊക്കെ പെണ്ണുങ്ങൾക്ക് പരാതിയാണ്, ഒറ്റ കുട്ടിക്കും ഭക്ഷണം വേണ്ട. കുട്ടികൾക്കാർക്കും ഭക്ഷണം വേണ്ടല്ലോ, തിന്നാനേ വേണ്ട ഒറ്റ കുട്ടിക്കും. ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിയെ മനസ്സിൽ വിചാരിച്ചിട്ടില്ല എന്നുള്ള കാരണം മാത്രമാണ്, വേറൊരു കാരണവും ഇല്ല. ആർക്ക് വേണ്ടിയാണോ ഉണ്ടാക്കിയത് അവനായിരിക്കും ഭക്ഷണം രസം ഉണ്ടാകുക. അതുകൊണ്ടാണ് ഏറ്റവും രസകരമായ രുചികരമായ ഭക്ഷണം കഴിക്കുന്നത് പള്ളിക്കത്തെ മൂലേര എന്ന് പറയാൻ കാരണം, ഒരാഴ്ച ആയിട്ട് ഇനിയിപ്പോൾ വ്യാഴാഴ്ച മൂലേര ചിലവാണല്ലോ എന്ന് പെണ്ണുങ്ങൾ ആലോചിക്കും. തലേ ദിവസം രാത്രി ഉറങ്ങണില്ല, പുതിയാപ്പിളക്ക് വേണ്ടി ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നം.